ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ദൃശ്യവസ്തുക്കളെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ്. അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. പ്രപഞ്ചം മിഥ്യയാണ്. ഈ ജഗത്ത് മിഥ്യയാണ്. ജഗത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജ എന്നാൽ ജനിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക, ഗ എന്നാൽ ഗമിക്കുക അല്ലെങ്കിൽ പരിണമിക്കുക. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതിനെയാണല്ലോ ഗമിക്കുക എന്ന് പറയുന്നത്. ത എന്നാൽ തകരുക, നശിക്കുക. ജനിക്കുക, ഗമിക്കുക, തകരുക. ഈ മൂന്ന് സ്വഭാവത്തോട് കൂടിയതാണ് ദൃശ്യജാലങ്ങൾ എല്ലാം തന്നെ. പ്രപഞ്ച വസ്തുക്കൾ എല്ലാം ഇത്തരം സ്വഭാവത്തോടു കൂടിയതാണ്. അതാണ് ജഗത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അതിന് ദൃശ്യം എന്ന് പറയുന്നു. ഈ ജഗത്ത് എന്നത് ദൃശ്യമാണ്, ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്നതാണ്. അതാണ് ദൃശ്യം. എന്നാൽ ഏതൊന്നാണോ ഇതിനെയൊക്കെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും തിരോഭവിപ്പിക്കുകയും ചെയ്യുന്നത്, അതിനെ ദൃക്ക് എന്ന് പറയുന്നു. ദൃശ്യമെന്നത് ദൃക്കിൽ നിന്നും ഉണ്ടായവയാണ്. ദൃക്കിൻ്റെ പരിണാമവിശേഷമാണ് ദൃശ്യം. ദൃശ്യം അനിത്യമാണ്, ദൃക്ക് നിത്യമാണ്. ദൃശ്യം ദുഃഖപ്രദമാണ്. കാരണം അത് ഉണ്ടായി പരിണമിച്ച് നാശോന്മുഖമാകുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്നത് ദുഃഖം തന്നെയാണ്. എന്നാൽ ദൃക്കാവട്ടെ ആനന്ദപ്രദവുമാണ്, ആനന്ദസ്വരൂപിയാണ്. ദൃശ്യം ദുഃഖവും ദൃക്ക് ആനന്ദവുമാണ്. ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ നിത്യാനന്ദസ്വരൂപമാം എങ്കിലും മർത്യരീ ദൃശ്യം ഭോഗ്യമാക്കാൻ ശ്രമിക്കാം. പരമാർത്ഥത്തിൽ നാം ഒന്ന് വിചിന്തനം ചെയ്താൽ ഈ പൊരുൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൃശ്യം ദുഃഖപ്രദം. ദൃശ്യങ്ങളെ ആശ്രയിച്ച ഒരാളും ഇന്നേ വരെ പരിപൂർണ സന്തോഷവാന്മാർ ആയിട്ടില്ല. ദൃശ്യം ദുഃഖപ്രദം ദൃക്കോ എന്നാൽ ദൃക്കാവട്ടെ നിത്യാനന്ദസ്വരൂപമാം. ദൃക്ക് നിത്യാനന്ദസ്വരൂപിയാണ്. എന്നാലും മർത്യരീ ദൃശ്യം ഭോഗ്യമാക്കാൻ ശ്രമിക്കാം. ഇതാണ് ദൃശ്യത്തിൻ്റെ സ്വഭാവം. എങ്കിലും മനുഷ്യരെല്ലാം ഈ ദൃശ്യങ്ങളെ അനുഭവിക്കാനാണ് വെമ്പൽ കൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഇന്ന് എത്രയോ ആളുകൾ അനാർഹമാകുന്ന വിധത്തിൽ അവിഹിതമായി ധനമാർജിച്ച് കോടീശ്വരന്മാരായി സമ്പത്ത് കുമിഞ്ഞ് കൂട്ടുന്നു. എന്താ അതുകൊണ്ട് പ്രയോജനം? തനിക്ക് ഈ ദേഹത്തിന് അനുഭവിക്കാനുള്ള ഭോഗ്യവസ്തു വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അതുമാത്രമേ ഈ പ്രകൃതിയിൽ നിന്നും എടുക്കാൻ അനുവാദമുള്ളൂ. അതിലപ്പുറം നമ്മൾ വാരിക്കൂട്ടുന്നത് വാസ്തവത്തിൽ പാപമാണ്. അത് മറ്റുള്ളവർക്ക് അർഹിച്ചതാണ്. മറ്റുള്ളവരെ പട്ടിണിയിലാക്കിക്കൊണ്ട് താൻ വീർത്തു വന്നാൽ അത് വീർത്ത് ബലൂൺ പൊട്ടുന്നത് പോലെ ഒരു ദിവസം പൊട്ടും. എന്നാൽ ഈ ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപഭോഗങ്ങൾ ഈശ്വരനാൽ ദത്തമായതാണ്. അത് അനുഭവിക്കൂ.
അത് സന്തോഷം മാത്രമേ ഉള്ളൂ. അതാണ് ദൃക്കിൻ്റെ ഉദ്ദേശവും, ദൃക്കിൻ്റെ പദ്ധതി അതാണ്. എന്നാൽ ദൃശ്യങ്ങളിലുള്ള ഭ്രമം കൊണ്ട് ദൃശ്യങ്ങളെ അനുഭവിച്ച് ആനന്ദിക്കാം എന്ന് ഭ്രമിച്ച് മനുഷ്യൻ ദുഃഖപരവശരായിത്തീരുന്നു, പാപികളായിത്തീരുന്നു. അതായത് തൻ്റെ ഉയർന്ന അവസ്ഥയിൽ നിന്നും പതനത്തിന് കാരണമാകും വിധം ഭവിക്കുന്നു. ഉയർന്ന് മഹാരാജാവിനെ പോലെ നടന്നിരുന്നവർ ഇന്നിപ്പോൾ യാചകനെ പോലെ ഭിക്ഷാന്തേഹിയായി നടക്കുന്നത് പോലെ ആകുന്ന ഒരവസ്ഥ വരികയില്ലേ? ജനങ്ങളുടെ പഴിപറയലും അവരുടെ ശാപവാക്കുകളും അനധികൃതമായി സമ്പാദിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തല്ലേ ഇതെല്ലാം? അതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത്? വാസ്തവത്തിൽ ദുഃഖമല്ലേ അതിൻ്റെ പരിണിത ഫലം? ഇതെത്ര വാസ്തവമാണ്. ദൃശ്യം ദുഃഖപ്രദം ദുഃഖോ നിത്യാനന്ദസ്വരൂപമാം. എങ്കിലും മർത്യരീ ദൃശ്യം ഭോഗമാക്കാൻ ശ്രമിക്കുകയാം. എന്നാലും മനുഷ്യർ ഈ ദൃശ്യങ്ങളൊക്കെ അനുഭവിക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലം അവർ അനുഭവിക്കുകയും വേണം. ഇതാണ് ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൃക്കായിരിക്കുന്ന ആ പരമാത്മാവിനെ ആശ്രയിച്ചാൽ നിത്യാനന്ദ സ്വരൂപികളായി തീരാം ഏവർക്കും.